ഇവിടെ ഇരുട്ടായ കേട്ടോ, സമയം 5 മണിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ഈ വ്ളോഗ് എടുക്കാനുള്ള മെയിൻ റീസൺ, നാളെ നമ്മളൊരു യാത്ര പോകുന്നുണ്ട് ഇവിടെ നിന്ന് റോമിലേക്ക്. അപ്പോൾ ട്രെയിൻ യാത്രയാണ്, 9 മണിക്കൂറുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പോകാൻ റോമിൽ. സാധാരണ നമ്മൾ ട്രെയിൻ രാത്രിയാണ് എടുക്കാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ രാവിലത്തെ ട്രെയിൻ എടുത്തു. പെട്ടെന്നുള്ളൊരു ഒരു യാത്രയാണിത്. നമ്മളിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ന് പോകണം എന്ന്, പക്ഷേ എന്ന് പോകണമെന്ന് ഉറപ്പില്ല. പക്ഷേ 2 ദിവസം ഇക്കാക്ക് ലീവ് കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉടനെ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് അന്ന് ഈവനിങ് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. കാരണം നാളെ നമുക്ക് ഫുഡ് പാക്ക് ചെയ്ത് വേണം കൊണ്ടുപോകാൻ. ഞാനിങ്ങനെ പാക്ക് ചെയ്തൊന്നും കൊണ്ടുപോയിട്ടില്ല, ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വന്തമായിട്ട്. അപ്പോൾ ഇക്ക ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, എങ്കിലും ഞാൻ പോയി സാധനമൊക്കെ മേടിക്കുകയാണ്. ഇക്ക ഡ്യൂട്ടിയാണിപ്പോൾ. മുട്ട, ചിക്കൻ, അരിപ്പൊടി, ഇപ്പോൾ സവാള, ബ്രെഡ്. ഓക്കെ, നാളത്തേക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ക്യാഷ് അടച്ചിട്ട് വീട്ടിലോട്ട് പോവാം. കുറച്ചിങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലായ അലൂമിനിയം ഫോയിലില്ലാന്ന്. അപ്പോൾ അലൂമിനിയം ഫോയിൽ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ മേടിക്കാൻ. ഫുഡ് കൊണ്ടുപോകാൻ എളുപ്പമായി. കുറച്ച് നേരം ഒന്ന് എന്തെങ്കിലും മാറിയാൽ അപ്പം എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും. അതുപോലെ മുട്ട പൊട്ടിച്ച്. അപ്പം ഞാൻ എന്തെങ്കിലും ഇനി ഡിന്നർ ഉണ്ടാക്കട്ടെ, വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് ബാക്കി നാളെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാം. പിന്നെ പാക്ക് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണം, ഡ്രസ്സ് എടുത്ത് വെക്കണം. 2 ദിവസത്തെ യാത്രയല്ലേ ഉള്ളൂ, അപ്പം കുറച്ച് സാധനങ്ങൾ വേണ്ടി വരത്തുള്ളൂ. പിന്നെ വിൻ്റർ ആയിട്ട് കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് വെക്കേണ്ടി വരും. അമ്മച്ച് തുടയ്ക്കാം. ഓക്കെ ഗൈസ്, ഇനി സംസാരിച്ച് ഇവിടെ വീട് തിരിച്ചു വയ്ക്കാം. ബൈ ബൈ. ആണ്ടേ ഒരു മുട്ട അടക്കുന്ന അവസ്ഥ നോക്കി. കുറച്ചു നേരം എന്നെ ഒന്ന് ഞാൻ മൈൻഡ് മാറി. അപ്പം എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കല്ലേ? കുഞ്ഞാണാ ചെയ്തത്, നീയല്ലേ? ഞാൻ നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ വെറുതെ എന്തിനാ വേസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് മീൻകറിയും ചോറും കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കുള്ളതിൻ്റെ ബാക്കി. പിന്നെ ഇത് മോന് വേണ്ടി വയ്ക്കുന്നതാണ്. ചിക്കനും റൈസൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സംഭവം. ഇതിപ്പോൾ കുറച്ച് നേരം ആ ചിക്കൻ കിടന്ന് വെന്തിട്ട് അതിലോട്ട് റൈസ് ഇടും, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അവൻ്റെ ഡിന്നർ ഇതും, എൻ്റെ ഡിന്നർ ഫിഷും. പിന്നെ മുട്ടയും ചിക്കി വെച്ചിട്ടുണ്ട് മോന്. അത് ലാസ്റ്റ് ചോറ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലിലിടാൻ. അവിടെ മുഞ്ഞക്കുട്ട അവിടെ ഇരിപ്പുണ്ട്. മുഞ്ഞക്കുട്ടനെ നമ്മൾ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നമ്മളെ ഹൗസ് ഓണർ നോക്കിക്കോളും. ഹൗസ് ഓണർ മേലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഹൗസ് ഓണറിൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് 2-3 ദിവസത്തെ കാര്യമാണ്. അപ്പം ഫുഡ് വെച്ചെടുത്താൽ മതി, ഹൗസ് ഓണർ എടുത്ത് കൊടുത്തോളൂ. യെസ്, അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. 6 മണിക്ക് ഞാൻ എണീറ്റിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. മോനെ ഒരു പാൻ കേക്ക് ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള ചിക്കൻ പുലാവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ എണീറ്റ് ഉണ്ടാക്കിയതാണ് ഫസ്റ്റ് ടൈം. ഇക്കാര്യത്തിൽ റെസ്റ്റ് എടുത്താൽ പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും വരണ്ട, കിടന്നുറങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കിച്ചണിൽ കയറി എല്ലാം ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് ഇറങ്ങാണ്. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ജലദോഷം, അലർജി ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്ക് വലിക്കുന്ന ഇതുണ്ട് കേട്ടോ. അത് എനിക്കൊന്ന് എക്സ്ക്യൂസ് ചെയ്ത് തരിക. എനിക്കറിയാം ചിലപ്പോൾ ഇറിറ്റേഷൻ കാണും നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക്, പക്ഷെ അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. അതായത് ഭയങ്കര അലർജിയുടെ അങ്ങ് പീക്ക് അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേഷൻ കേട്ടോ. ഞാൻ കുറേ ശ്രമിച്ചു അതൊന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട്, ആ മൂക്കിൻ്റെ ഇത്, പക്ഷെ പറ്റുന്നില്ല. അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് നാച്ചുറലായിട്ട് വരുന്ന സംഭവമല്ലേ, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും സമയം മോന് എങ്ങനെ നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുമെന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അവൻ നല്ല എൻജോയ് ചെയ്ത് ട്രാവലിങ്. നമ്മളെക്കാളും നന്നായിട്ട് എൻജോയ് ചെയ്ത അവനാണ്. അടുത്തിരുന്ന ഒരു കുട്ടി കരഞ്ഞപ്പോൾ ഇവന് ആ കുട്ടിയെ നോക്കിയിട്ട് ഇഷ് എന്ന് പറയുന്നുണ്ടായിരുന്നു, അത് കരയല്ലേ എന്നുള്ളൊരു ഇത്.
വീട്ടിൽ നിന്ന് കഴിച്ചു കുറച്ച്. മലനിരകളും മലയും കാടും മലയും പുഴയും. 9 മണിക്കൂറല്ലേക്കാ? വൈകിട്ട് 6 മണിക്ക് റോ. ഇനി ഈ ട്രെയിന് കപ്പലിൽ കയറും അല്ലേക്കാ? ഇനി നമ്മളെ ട്രെയിന് ഒരു കപ്പലിൽ കയറും. അതായത് മെസ്സിനയിൽ നിന്ന് തൊട്ടപ്പുറത്തെ സ്ഥലത്തോട്ട് എത്താൻ ഈ ഷിപ്പിൽ നമ്മൾ കയറണം. അപ്പോൾ നമ്മുടെ ട്രെയിനും ചിലപ്പോൾ വേറെ ട്രെയിനുകളും കാണും കേട്ടോ. മൊത്തം ഞാൻ 4 ട്രാക്ക് കണ്ടിട്ടുണ്ട് ഷിപ്പിനകത്ത്. അപ്പം ഈ ട്രെയിന് കുറച്ച് സമയം എടുക്കും നമ്മൾ അതിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് 1 മണിക്കൂർ അങ്ങോട്ടാണ് ആ യാത്ര അവസാനിക്കുന്നത്. കപ്പലിൽ കയറാൻ പോവാണ് ട്രെയിൻ. കണ്ട ഷിപ്പ് മോനി ഷിപ്പ്. ഇതാണ് ഷിപ്പ്. ഇറങ്ങുമ്പോ ഉള്ള വ്യൂ. നല്ല കാറ്റുണ്ടേ, നല്ല സെറ്റപ്പ് കാറ്റ്. ട്രെയിൻ ഷിപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഷിപ്പിലൊക്കെ ഒന്ന് കറങ്ങി കാണാം കേട്ടോ. ഇവിടെ ഫുഡ് ബിവറേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഫുഡൊക്കെ കഴിക്കാം. പിന്നെ റെസ്റ്റ് റൂം യൂസ് ചെയ്യാം. ട്രെയിനിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ഷിപ്പിൽ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പിൽ നിന്നുള്ള ഒരു വ്യൂ. കിടിലോ അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. മോനെ കൊണ്ട് കുറച്ച് അടുത്ത് നിൽക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ട് മോനെ ഇച്ചിരി മാറ്റിയാണ് നിർത്തിയിരുന്നത്. കയ്യിലെടുത്ത് വെച്ചുകൊണ്ടിരുന്നു നമ്മൾ. ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ്. അപ്പോൾ നമ്മൾ ഉച്ച സമയമായി, നല്ല വിശപ്പായിട്ടുണ്ട്, അത്യാവശ്യം നല്ല വിശപ്പായി. ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അധികം ആരും അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പലരും സാൻഡ്വിച്ചസ് ഒക്കെയാണ് കഴിക്കുന്നത്. നമ്മൾ മാത്രമാണ് ഇങ്ങനെ വളരെ ഗ്രാൻഡായിട്ടും ചിക്കൻ പുലാവൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി നന്നായിട്ട്. മോന് വീട്ടിൽ ഉറങ്ങുന്ന അതേ സമയം അതേ നേരം ഉറങ്ങി എണീച്ചിട്ട് ശേഷമാണ് നമ്മൾ തൊട്ടടുത്തിരുന്ന കുട്ടികളൊക്കെ ആയിട്ട് അവനൊന്ന് കമ്പനി ആയത്. അതുവരെ ആ കുഞ്ഞുങ്ങൾ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കമ്പനി ആവാനൊന്നും പറ്റില്ല. അതിന് ശേഷമാണ് കമ്പനിയൊക്കെ ആയത്.
അങ്ങനെ ഇരുന്ന് മടുത്ത് അവസാനം റൂം എത്തിയിട്ടുണ്ട്. രാവിലെ കയറിയ നമ്മൾ വൈകിട്ട് ഈവനിങ് ആയപ്പോഴാണ് അവിടെ എത്തിയത്. മോന് ഞാൻ ഈവനിങ് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ചീസൊക്കെ. അപ്പോൾ അതൊക്കെ കൊടുത്തു. മാക്സിമം നമ്മൾ രാവിലെ എടുക്കാതിരിക്കാൻ നോക്കും, കാരണം ഭയങ്കര ടയറിങ് ആയിരിക്കും, കുറേ നേരം ഇരിക്കണം. ഞങ്ങളങ്ങനെ ഉമ്മച്ചിയുടെ അടുത്തെത്തി. കുറച്ച് ദിവസം 2 ദിവസം ഇനി ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു സിസിലിയ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് വേറൊരു സംഭവമായിട്ട് കാണാതായിരിക്കും. ബൈ.